ചൈനീസ് പട്ടാളക്കാർ തായ്വാന്റെ തീരപ്രദേശത്ത് കടന്നുകയറി ആക്രമണങ്ങൾ നടത്തുകയും തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ചൈനീസ് യുദ്ധവിമാനങ്ങൾ പറത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. മാത്രമല്ല, ചൈനീസ് പട്ടാളക്കാർ തായ്വാന്റെ ബീച്ചുകളിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. തങ്ങളാൽ ആവുവിധം തായ്വാൻ സേന ഇവരെ പ്രതിരോധിച്ച് നിർത്തുന്നുണ്ട്. ചൈനീസ് യുദ്ധക്കപ്പലുകൾ തീരപ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതിനാൽ അതിനുള്ളിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്നും എത്ര പട്ടാളക്കാർ ഉണ്ടെന്നുമൊക്കെ തായ്വാന് ഇന്നും അവ്യക്തമാണ്. യുദ്ധ സാഹചര്യം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയതോടെ ചൈനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. കൂറ്റൻ പ്രഹരശേഷിയുള്ള അമേരിക്കൻ ആണവായുധ കപ്പലും യുദ്ധക്കപ്പലും തായ്വാൻ തീരത്ത് ചുറ്റും അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 1 ഡസനിലധികം അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് തായ്വാന്റെ രക്ഷയ്ക്കായി എത്തുന്നത്. ചൈനീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരം എത്തിയതോടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആകെ അമ്പരന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനീസ് പ്രതിരോധ മേധാവികളുടെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയധികം കടന്നുകയറിയിട്ടും അമേരിക്കയെ ഭയന്ന് ഒരു പിന്മാറ്റമുണ്ടായാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അത് ചൈനയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, അമേരിക്കയുടെ കപ്പലുകളിൽ എന്തെല്ലാം സംവിധാനമുണ്ടെന്നത് ചൈനയ്ക്ക് ഇന്നും അവ്യക്തമാണ്. ഇതുവരെ നേരിട്ടൊരു യുദ്ധവും ഉണ്ടായിട്ടില്ലാത്ത അമേരിക്കയും ചൈനയും തായ്വാൻ വിഷയത്തിൽ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാൽ അനന്തരഫലം എന്തായിരിക്കുമെന്നും ചൈനയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഷീ ജിൻപിങ് സർക്കാർ. തായ്വാൻ ചൈനയുടെ നിയന്ത്രണത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഇതിൻ്റെ പേരിൽ ധാരാളം ഉരസലുകളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 20-ന് തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ലായ് ചിങ്തെ അധികാരമേറ്റിരുന്നു. പുതിയ പ്രസിഡന്റ് നടത്തിയ സ്വാതന്ത്ര്യാനുകൂല പ്രസംഗം ചൈനയെ ഏറെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. തായ്വാന് സ്വാതന്ത്ര്യം എന്നതിന് യുദ്ധമെന്നാണ് അർത്ഥമെന്ന് ചൈന ഇതോടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ദ്വീപായ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്ന് ചൈനയുടെ നയം. വലിയ സംഘർഷാവസ്ഥയ്ക്കാണ് ചൈനയുടെ ഈ വാദം കാരണമായത്. തെക്കൻ ചൈന കടലിടുക്കാകും അടുത്ത യുദ്ധം എന്നുള്ള ആശങ്കയിലേക്കും ഈ പ്രശ്നം പലതവണ മൂർച്ഛിച്ചിട്ടുണ്ട്. തെക്കൻ ചൈന കടലിലെ ഫുജിയാൻ പ്രവിശ്യയിൽ ബീച്ച് ലാൻഡിംഗ്, അസോൾട്ട് ഡ്രില്ലുകൾ തുടങ്ങിയവ ചൈന നടത്താറുണ്ട്. ഇത് തായ്വാനിലെ വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. പല ഗ്രൂപ്പുകളായി ബീച്ചിലിറങ്ങി ആക്രമണങ്ങൾ നടത്തി അധിനിവേശം പുലർത്തുന്ന രീതിയാണ് ചൈന പരീക്ഷിച്ചിരുന്നത്. അമേരിക്കയുടെ ഇടപെടലോടെ ഇതിന് അറുതിയായി. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള തെക്കൻ ചൈന കടൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശാക്തിക ബലാബലങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. 1949-ൽ ചൈനീസ് ആഭ്യന്തര യുദ്ധം കമ്മ്യൂണിസ്റ്റ് ശക്തികളോട് പരാജയപ്പെട്ട ശേഷം ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള ദേശീയവാദികൾ തമ്പടിച്ച ദ്വീപ് പിടിച്ചടക്കുക എന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യമായും പരസ്യമായും പുലർത്തിപ്പോന്ന അഭിലാഷമാണ്. സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനും യാതൊരു മടിയുമില്ലാത്ത ഷീ ജിൻപിങ്ങിന് കീഴിൽ ഈ സ്വപ്നത്തിന് ചൈനയിൽ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ശക്തി കൈവന്നിരിക്കുകയാണ്. തായ്വാന്റെ വ്യോമമേഖലയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുകയറ്റം നടത്തിയിരുന്നു. 150-ലേറെ തവണയാണ് വ്യോമാതിർത്തി ലംഘിച്ച് യുദ്ധവിമാനങ്ങൾ പകർന്നത്. ഇത് ലോകവ്യാപകമായ എതിർപ്പിന് കാരണമായിരുന്നു. US-ഉം തങ്ങളുടെ സകല ശ്രദ്ധയും തെക്കൻ ചൈന കടലിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായി US നേവി ഇവിടെ സ്ഥിര സാന്നിധ്യവുമാണ്. പരമ്പരാഗത സഖ്യരാജ്യങ്ങളായ ബ്രിട്ടൻ തുടങ്ങിയവരുടെ പടക്കപ്പലുകളും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ബ്രിട്ടനെയും ഓസ്ട്രേലിയയെയും കൂട്ടുപിടിച്ച് കോക്കസ് എന്ന ശക്തപരമായ ത്രികക്ഷി മുന്നണിയും US പദ്ധതിയിടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയയ്ക്ക് ആണവ അന്തർവാഹിനികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. രഹസ്യമായി തായ്വാൻ സേനയെ US പരിശീലിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം. എന്നാൽ ഒരു ആക്രമണം ഉണ്ടാകുന്ന പക്ഷം തായ്വാനു വേണ്ടി US പടക്കപ്പലുകൾ ഓടിയെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ലോകാഭിപ്രായം ചൈനയ്ക്കെതിരാക്കി തായ്വാൻ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയാണ് US ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി. എന്നാൽ തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭാവമാണ് ചൈന പുലർത്തിപ്പോരുന്നത്. ചൈനയും തായ്വാനുമായുള്ള സൈനിക താരതമ്യം ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. 140 കോടി ജനസംഖ്യയുള്ള ചൈനയും വെറും 2.5 കോടി ജനസംഖ്യയുള്ള തായ്വാനും തമ്മിൽ വലിയ അന്തരമുണ്ട്. ചൈനയുടെ മിലിറ്ററി ബജറ്റ് $25,000 കോടി ആണ്. തായ്വാൻ്റേത് 1,500 കോടിയും. എന്നാൽ തത്വത്തിൽ ലളിതമെങ്കിലും തായ്വാനെ കീഴടക്കൽ അത്ര എളുപ്പമല്ലെന്നാണ് പ്രതിരോധ ഗവേഷകർ പറയുന്നത്. ഇത്തരമൊരു അധിനിവേശം തായ്വാൻ പതിറ്റാണ്ടുകളായി പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ അതിന് ഒരുങ്ങിത്തന്നെയാണ് ഇരിക്കുന്നത്. സൈനിക ബജറ്റിൻ്റെയും കരുത്തിൻ്റെയും മാത്രം പ്രകടനമല്ല യുദ്ധത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത്. തായ്വാന് 17 ലക്ഷത്തോളം സൈനിക ബലവുമുണ്ട്. US വിദഗ്ധരാൽ പരിശീലിക്കപ്പെട്ടവരാണ് ഇവർ.